ഇബാറത്ത് കട്ടതണ്ടല്ലോ നിങ്ങള്. എന്ത് അന്നദ്ബാബ ഒന്നൊരു കേൾപ്പിക്കുക, അയാളെ വായിക്കട്ടെ. കുറച്ച് നല്ലത് നല്ല SSF ഉണ്ടെങ്കിൽ എഴുതിരുത്തോളി. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്തു ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെ എന്താർത്ഥം? ഈച്ച റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിലിരിക്കില്ല. ഫളരൻ എന്നിട്ടല്ലേ അൻജസദി ഷരീഫ് ശരീരത്തിലിരിക്കൽ. ഏത് അന്തമുള്ളവർക്ക് തിരിയണ വിഷയല്ലേ ഇത്? മുത്തഫരിന്നാണ് കുട്ടിക്കറിയില്ലേ? എന്താ പറഞ്ഞ വാക്ക്? കിതാബിന്റെ ഉദ്ധരണി എന്താ? മാറ്റി. എന്താ കിതാബിലുള്ളത്? ഞാൻ ഒന്നും പറയുന്നത് അദ്ദേഹം പറഞ്ഞു രക്ഷിച്ചോളൂ. നിശ്ചയമായിട്ടും ഈച്ച അത് സംഭവിക്കില്ല, ഇരിക്കൂല. റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ ഫളരൻ എന്നിട്ടല്ലേ വസ്ത്രത്തിൽ പോലും ഇരിക്കില്ലെങ്കിൽ നബിയുടെ പരിശുദ്ധമായ ശരീരത്തിൽ എന്നിട്ടല്ലേ ഇരിക്കൽ. വസ്ത്രത്തിൽ പോലും ഇരിക്കില്ലെങ്കിൽ ശരീരത്തിൽ ഏതായാലും ഇരിക്കില്ലല്ലോ. വസ്ത്രത്തിന് മഹത്വമുണ്ടെങ്കിൽ ഈ വസ്ത്രത്തിന് മഹത്വം ഉണ്ടാകാറുണ്ടാ? എവിടെ തട്ടിയതുണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ തട്ടിയതുണ്ടാ? ആ വസ്ത്രത്തിൽ പോലും ഇരിക്കില്ലെങ്കിൽ പിന്നെ ഏതായാലും ഇവിടെ ഇരിക്കില്ല, ശരീരത്തിലിരിക്കില്ല. ഇത് ആർക്കും അറിയില്ലേ? ഇയാൾ പറഞ്ഞാ വസ്ത്രത്തിലിരിക്കില്ല എന്ന് കിതാബിൽ പറഞ്ഞിട്ടുള്ളൂ. ആ സാധു അറിയാതെ എന്ത് വായിച്ചിട്ടുണ്ട്? ഒന്നുകൂടി കേൾക്കുന്നു. സുന്നത്തമായിട്ടാണ് മനസ്സിലാട്ടെ. അങ്ങനെയല്ല ഉസ്താദെ ഇബാറത്തിലുള്ളത്. ഇബാറത്ത് കക്കരുത് ഉസ്താദെ. ഇവർക്കെന്ത് ഇബാറത്ത് വെച്ചു? നമ്മളെ ഇവിടുത്തെ പ്രവർത്തന്മാർ ഇടാൻ പറഞ്ഞു. ഇവരെ കൂട്ടത്തിലൊരു നഈമി വലിയ പ്രഭാഷകനാ. വിശുദ്ധ ഖുർആൻ ആയത്ത് പോലും മാറ്റിമറിച്ചാണ്. ആയത്ത് പോലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏതൊരു വ്യക്തിക്കും അറിയുന്ന അതായത് ആയത്ത് ആർക്കും അറിയാത്ത ആയത്ത്. യാസീൻ സൂറത്ത് അറിയാത്തവരുണ്ടോ? യാസീൻ സൂറത്തിൽ ആയത്ത് അറിയാത്തവരുണ്ടോ? ആ പരിശുദ്ധമായ ആയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത്. ആ ആയത്ത് പോലും എന്തിനു വേണ്ടി? ഇവിടുത്തെ എസ്കേസ് വരെ ചീത്ത പറയാൻ വേണ്ടി, എസ്കേസ് വരെ കുറ്റപ്പെടുത്താൻ വേണ്ടി, എസ്കേസ് വരെ കളിയാക്കാൻ ആളുകളാണ് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരു മടിയുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പെട്ടുപോകരുത്. ഈ മറ്റെവിടെ നിന്ന് പ്രസംഗിച്ചാളെ പോലെ തെക്കനാണ് കേട്ടോളൂ. വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഈ കരുതിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكذبون. എന്താ ഖുർആനിലുള്ളത്? നിങ്ങൾ നോക്കി നോക്കുമല്ലോ. ഇതെന്തിനാ ഒന്ന് നമ്മളെ കള്ളം മാറാൻ വരാൻ എന്താ ചെയ്യുന്നത്? ആയത്തിൽ കള്ളം പറയാം. ഖുർആനിക്ക് ആയത്ത് കള്ളം പറയുന്നവർക്ക് എന്ത് കിതാബ് വെച്ചു കേട്ടോ? ഒന്നൊരു കരുതിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكذبون. കളവ് പറഞ്ഞ أيديهم وتشهد أرجلهم بما كانوا يكذبون. അർത്ഥം വെക്കുന്നതിനാണ് ആളുള്ളതിനിക്കല്ല, അയാളോതിരിക്കാണ് അർത്ഥം വെക്കുന്നത്. കേട്ടോളൂ. എന്ന് കളവ് പറഞ്ഞു പോകുന്നു. എന്നിട്ട് ആ ഓതിനാണ് അർത്ഥം വെക്കുന്നത്. കേട്ടോളൂ. കളവ്
പറഞ്ഞതിന്റെ സാരസ്യം സംസാരിക്കുന്നതാരാണ്? കളവ് പറഞ്ഞതിന്റെ സാരസ്യം കാൽക്കുന്നതാരാണ്? കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്റെ നാവ് കൊണ്ട് വളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. സാക്ഷി നിൽക്കുന്ന ആരാണ്? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു കള്ള മുടി കൊണ്ടുവന്നിട്ട് കള്ള പ്രചാരം നടത്തിയിട്ട് അതിന് കള്ള ആയത്ത് ഓതുമ്പോ എന്റെ SSFകാരാ പടച്ചവനെ കുറിച്ച് പേടിയുണ്ടോ? പരലോകത്തിനെ കുറിച്ച് പേടിയുണ്ടോ? ഒന്നല്ലെങ്കിൽ നാളെ പോകേണ്ട പോലെ അവിടെ ചെല്ലുമ്പോ റബ്ബ് ചോദിക്കൂലേ, ഈ കള്ളത്തരമൊക്കെ കേട്ടിട്ട്, ഈ കള്ളത്തരമൊക്കെ കണ്ടിട്ട് എന്തിനാടാ ഇതിന്റെ പിന്നാലെ കൂടിയെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട SSFകാരാ എന്ത് മറുപടിയാ അവിടെ നീ പറയുക? വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. എന്തിനെ കിതാബിലെ ആരെ? ഈ ചോട്ട സക്കാഫികളല്ല, വലിയ സക്കാഫികളുടെ വലിയ ഉസ്താദ് AP, പിന്നെ കൊച്ചേപ്പി, രണ്ട് എപ്പിയും കളവ്. അത് നമ്മൾ കൈയോടെ പിടികൂടി കോഴിക്കോട്ടുന്ന്. പിന്നെ മിണ്ടിയില്ല, രണ്ട് ഏപ്പിനെ നമ്മൾ ശരിക്ക് കൈകൂടി, രണ്ടാളെയും പിടികൂടി, രണ്ടാളെയും കിതാബിൽ അട്ടിമറി നടത്തിയത്. കിതാബ് കൊണ്ടുപോയി കാണിച്ചു, നമ്മൾ ചോദിച്ചു, ഒരു അക്ഷരമുണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ പത്താവൽക്ക് പുറമെ മുണ്ടാണല്ല. ആദ്യം എല്ലായിടത്തും ഫത്താവൽ കുബ്രയായിരുന്നു. ഫത്താവൽ കുബ്രയിലുണ്ടല്ലോ, എല്ലാ മുടിയും മുബാറക് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അത് പാനൂരിൽ വെച്ചുകൊണ്ടും കോഴിക്കോട് വെച്ചുകൊണ്ടും വലിയ ചെറിയ രണ്ടാളും കൂടി ഫത്താവൽ കുബ്ര അട്ടിമറി നടത്തിയപ്പോ കൈയോടെ പിടികൂടിയപ്പോ പിന്നെ മിണ്ടിയില്ല. മിണ്ടാൻ കഴിയില്ലല്ലോ. അതല്ലേ സംവാദത്തൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയണെന്താ? ഇപ്പൊ പറയണെന്താ? ഇപ്പൊ പ്രസംഗിക്കുന്നെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറയുടെ ഫോട്ടോ കണ്ടാൽ, കഅബയുടെ ഫോട്ടോ കണ്ടാൽ നമ്മൾ ആദരിക്കാറില്ലേ? അത് ബഹുമാനിക്കാറില്ലേ? ഇത് കഅബയാണോ? ഇത് മദീനയാണോ? ഇത് കേട്ട സാധുക്കള് SSFന് വീട്ടിലാവും നല്ലൊരു മറുപടി കിട്ടി. സഹോദരന്മാരെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് കഅബയുടെ ഫോട്ടോ ഉണ്ടെന്ന് നിലക്കും. ഇത് കഅബയുടെ ഫോട്ടോ നിലക്കുന്നത്. നേരത്തെ ഒരു വേറെ ഫോട്ടോ ഒന്ന് കഅബയുടെ ഫോട്ടോ ആണല്ലോ, മർക്കസിന്റെ ഫോട്ടോ ഒന്ന് കഅബയുടെ ഫോട്ടോ ആണല്ലോ. മർക്കസിന്റെ ഫോട്ടോ കൊണ്ടിട്ട് അല്ലെങ്കിൽ മുട്ടിപ്പടിയിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി എന്നാണ് പറയുന്നത്. 5-6 വട്ടം ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അടിക്കടിക്ക് ഉദ്ഘാടനം കാണാം അവിടെ. കാരണം ഓരോ പോക്കിനും ഓരോ അറബിനോട് നമ്മൾ പുതിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടക്കിടക്ക് പേടിക്കുന്നെങ്കിൽ ഇടക്കിടക്ക് ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ആ പള്ളിയാണ് മക്കത്തെ പള്ളി എന്നാലോ സമ്മതിക്കും. അല്ലെങ്കിൽ ആ പള്ളിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് മക്കത്തെ പള്ള ഫോട്ടോ സമ്മതിക്കും. അതല്ലേ പ്രശ്നം. ഏതെങ്കിലും ഫോട്ടോ കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദീന മുനവ്വറയുടെ ഫോട്ടോ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. പേരോട് കുട്ടികളെ സമാധാനിപ്പിക്കാൻ പുതിയൊരു മറുപടി കൊണ്ട് നിൽക്കട്ടെ. ഇനിയോ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു വിഷയം പറയട്ടെ. ആരും ഒന്നും വേണ്ട. കഅബത്തിന്റെ ഫോട്ടോ അത് ഒറിജിനൽ കഅബയാണോ? കഅബയുടെ ചിത്രം കഅബയാണോ? റൗള ശരീഫിന്റെ ചിത്രം റൗളയാണോ? ഞങ്ങൾ സുന്നികളാണ് പറയുന്നത്. സുന്നികളുടെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ സംശയം ഉണ്ടായി. നിങ്ങൾ ഈ സുന്നികളാണ് സുന്നികൾ പഠിക്കണമെങ്കിൽ പറയേണ്ടതെന്നുണ്ടാ? നിങ്ങൾക്ക് സംശയമുണ്ട്. ആണോ എന്താണ് പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കുന്നു. കൂട്ടരെ കഅബയുടെ ഫോട്ടോ നമ്മളാരും പറയുന്നത് കഅബയുണ്ട്. എന്താ പറയണത്? നമ്മൾ എന്താ പറയുന്നത്? കഅബയുടെ ഫോട്ടോ ആണ്. ആരെങ്കിലും പറയുന്നത് കഅബയാണ്? നേരെ മറിച്ചുകൊണ്ട് നാളെ ഒരു കഅബയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇതാണ് കഅബ, ഇവിടെ തവാഫ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മൈക്ക് കിട്ടും, പ്രസംഗിക്കും. നമ്മൾ ഈ ഫോട്ടോയെ കുറിച്ച് തന്നെ പറയുന്നുണ്ടോ? ഇത് കഅബയുടെ ഫോട്ടോ. എന്നാൽ അവിടെ തന്നെ കഅബയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞാൽ കഅബയുടെ അല്ലാത്ത ഫോട്ടോ ഉണ്ടെന്നാണ്. ഇവിടെ വിഷയം എന്താ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തൊരു മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെതാണ് വിഷയം. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുടെ തുല്യമായിട്ടൊരു ഫോട്ടോ ഉണ്ടെന്നില്ല.